ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തുടക്കക്കാർക്ക് ഈ ഒരു ഓണത്തിന് സിമ്പിളായിട്ട് ഒരു അരമണിക്കൂറിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്ത് കഴിയുന്ന രീതിയിൽ സാരി ബ്ലൗസ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. വലിയ കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല കേട്ടോ. ഒരു ബിഗിനർ ആണെങ്കിൽ കൂടിയും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ലൈനിങ്ങിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ലൈനിങ് തുണി ഇവിടെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടു. ഓപ്പൺ വരുന്നത് ഈ ഒരു സൈഡിലാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്കാണ് കേട്ടോ. ഇവിടെ മടക്ക് വെച്ചാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നേരെ അടിയിലേക്ക് ലെങ്ത്ത് 15.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് വേണ്ട ലെങ്ത്ത് 14.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടാണ് ഞാൻ നേരെ അടിയിലേക്ക് ഫുൾ ലെങ്ത്ത് 15.5 ഇഞ്ച് എടുത്തിരിക്കണേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ബാക്ക് നെക്ക് നന്നായിട്ട് ഡീപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ഡീപ്പ് കൊടുക്കണ കാരണം ഞാൻ ഷോൾഡർ 5.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഷോൾഡർ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുക്കണ നെക്കിൻ്റെ വീതിക്കും നെക്കിൻ്റെ ഇറക്കത്തിനും അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നേരെ അടിയിലേക്ക് നമുക്ക് ആം ഹോളിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. അതിനായിട്ട് മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഞാൻ 6.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ അത് ഇവിടെയാണ് 6.25 ഇഞ്ച് വരണേ. അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു അടിഭാഗത്തും 5.5 ഇഞ്ച് ഇല്ലേന്നൊന്ന് നോക്കിയിട്ട് നമുക്കതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 5.5 ഇഞ്ച് ഇത് ഇവിടെയാണ് വരണേ. അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്കതിനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത ഭാഗത്ത് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ചെസ്റ്റ് 36 ഇഞ്ചാണ്. ഈ ഒരു 36ൻ്റെ 4/1 അതിൻ്റെ കൂടെ ഞാൻ 3/4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 9.25 ഇഞ്ചാണ് കേട്ടോ കിട്ടുക. ആ ഒരു 9.25 ഇഞ്ച് ഈ ഒരു മടക്ക് വശത്തിൻ്റെ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് 9.25 ഇഞ്ച് വരുന്നത്. അതങ്ങ് മാർക്ക് ചെയ്തു. ഞാനിവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 30.5 ഇഞ്ചാണ് എടുത്തത്. അതിൻ്റെ കൂടെ ലൂസൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ അതിൻ്റെ കറക്റ്റ് 4/1 തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 7.6 ആണ് കേട്ടോ കിട്ടിയേ. അപ്പോൾ 7.6 ഇത് ഇവിടെയാണ് വരുന്നത്. അതങ്ങ് മാർക്ക് ചെയ്തു. ഇവിടെ ഞാൻ സെയിം 2 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ 1.5 ആയാലും മതി കേട്ടോ. ഞാനിവിടെ 2 ഇഞ്ച് ഇട്ടു എന്ന് മാത്രം. ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ 2 പോയിന്റുകളും കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു കർവ് വരച്ചു കൊടുക്കാം. അതിനായിട്ട് മുകൾ ഭാഗത്ത് ഞാനൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ സ്ലോപ്പിനുള്ളതാണ്. ആ ഒരു 1/2 ഇഞ്ച് അവിടെ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ലെങ്ത് എത്രയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക. അതിനുശേഷം ഈ ഒരു ടേപ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫാക്കി മടക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ലെങ്ത്തിൻ്റെ സെൻറ്റർ കിട്ടും കേട്ടോ. അപ്പോൾ ആ സെൻറ്റർ കണ്ടിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് കർവ് ചെയ്തങ്ങ് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതോട് കൂടിയിട്ട് ബാക്ക് പോർഷനെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നെക്ക് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ലൈനിങ് മെറ്റീരിയൽ ഇതുപോലെ ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ വരുന്നത് ഈ ഒരു സൈഡിലാണ്, മടക്ക് വശം വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. ഞാൻ ലെങ്ത് എടുത്തിരിക്കുന്ന സെയിം ബാക്കിൽ എത്രയാണ് എടുത്തത് ആ സെയിം 15.5 ഇഞ്ച് തന്നെയാണ് ഫ്രണ്ടിലേക്കും ലെങ്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ട് ഓപ്പൺ സാരി ബ്ലൗസ് ആണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മടക്ക് വശത്തിൻ്റെ അവിടെ ചെറിയൊരു തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 4 ഇഞ്ചും 1 പോയിന്റുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുക്കാറുള്ളത് ആ ഒരു തയ്യൽ തുമ്പൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ഇഞ്ചും 1 പോയിന്റും മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പോർഷൻ ഉണ്ടല്ലോ,
കറക്റ്റ് ഈ ഒരു ലൈനിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഇതാണ് ഞാൻ കട്ട് ചെയ്ത ബാക്ക് പോർഷൻ. അത് കറക്റ്റ് നമ്മളിപ്പോൾ വരച്ച ലൈനില്ലേ അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ കർവ് കറക്റ്റായിട്ടങ്ങ് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കറക്റ്റായിട്ട് ഈ ഒരു ആം ഹോളിൻ്റെ കർവ് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പോർഷൻ എവിടെയാണോ എൻഡ് ചെയ്യണേ അവിടെ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ആ ഒരു അടിവശവും എവിടെയാണോ എൻഡ് ചെയ്യണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ നമ്മുടെ ബാക്ക് പോർഷൻ എൻഡ് ചെയ്യണ ഭാഗം അടിഭാഗം ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ നമ്മൾ ഈ ഒരു ആം ഹോൾ കർവും ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പ്രിൻസസ് കട്ടിംഗ് ആണ് വരുന്നത്. അപ്പം അത് ജോയിൻ ചെയ്യാനൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് വേണം. അതിനായിട്ട് ഞാനിവിടെ ചെസ്റ്റിൻ്റെ അവിടെ എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതേ എക്സ്ട്രാ ഞാൻ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാണ്. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു അടിവശത്ത് എക്സ്ട്രാ ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ അടിവശത്തായിട്ട് പ്രിൻസസ് കട്ടിങ്ങിന് ഒരു ഡാർട്ട് വരുന്നുണ്ട്. ആ ഒരു ഡാർട്ട് 1.5 ഇഞ്ചിലാണ് ഡാർട്ട് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് എക്സ്ട്രാ 2 ഇഞ്ച് ഈ ഒരു അടിവശത്തും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ 1 ഇഞ്ച് അടിഭാഗത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 1 ഇഞ്ചും 2 ഇഞ്ചും കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. കണക്ട് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 2 ബെസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം അതിൻ്റെ പകുതി എടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു ലെങ്ത്ത് ഞാൻ 4.25 ഇഞ്ചാണ് എടുക്കുന്നത്. ആ ഒരു 4.25 ഇഞ്ച് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് എവിടെ വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ടേപ്പ് കൂടെ വെച്ചതിന് ശേഷം 4.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 4.25 ഇഞ്ച് ഇത് എവിടെയാണ് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഈ ഒരു ലെങ്ത് 4.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു പോയിന്റിന്റെ മുകൾ ഭാഗത്ത് നമ്മുടെ ടേപ്പ് വയ്ക്കുക. കണ്ടുല്ലോ, ആ ഒരു പോയിന്റിന്റെ മുകൾ ഭാഗത്താണ് നമ്മുടെ ടേപ്പ് ഇപ്പോൾ വെച്ചിരിക്കണേ. അതിനുശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഞാനൊരു 10.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് കേട്ടോ 10.25 ഇഞ്ച് വരുന്നത്, ആ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. അങ്ങനെ 10.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് ആണ് കേട്ടോ നമുക്കിനി വേണ്ടേ. ഈ ഒരു 10.25 ഇഞ്ച് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ മുതൽ ബസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റ് വരെയുള്ള ലെങ്ത് ആണ് കേട്ടോ ഞാൻ 10.25 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തിരിക്കണേ. തയ്യൽ തുമ്പൊക്കെ അടക്കം ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ 10.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ. ഇനി ടേപ്പ് മാറ്റുകയാണ്. ഈ ഒരു പോയിന്റ് ആണ് കേട്ടോ നമുക്ക് വേണ്ടേ. ആദ്യം മാർക്ക് ചെയ്ത പോയിന്റ് നമുക്ക് വേണ്ട. ഈ ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 4.25 ഇഞ്ചാണ്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് 10.25 ഇഞ്ചാണ് കേട്ടോ. ഇനി നമ്മൾ സെയിം ആ ഒരു 4.25 ഇഞ്ച് ഉണ്ടല്ലോ, ആ ഒരു 4.25 ഇഞ്ച് നമുക്ക് അടിഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് ഞാനൊരു 4.25 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അപ്പോൾ അത് ഇവിടെയാണ് 4.25 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ ഒരു ആം ഹോളിൻ്റെ ചുറ്റും ഞാൻ ടേപ്പിനൊന്ന് ഇതുപോലെ അളന്നിട്ട് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അപ്പോൾ അത് 5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്തങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ.
ഈ രണ്ടും നമുക്കൊന്ന് കണക്ട് ചെയ്തത് ഇതുപോലെ അങ്ങ് വരയ്ക്കാം. അപ്പോൾ ഈ ഒരു 5 ഇഞ്ചിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഈ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിന്റെ അപ്പുറത്തേക്ക് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് ഇത് എവിടെയാണ് വരണേ, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി അതിനെ കുറച്ച് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കേട്ടോ. ഒന്ന് മുകളിലേക്ക് കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ആ ഒരു പോയിന്റിനെ നീട്ടി വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടാണ് വരച്ചു പോകുന്നത്. കണ്ടുല്ലോ, ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഷേപ്പ് കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഫ്രണ്ടിലെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ നമുക്കിത് ഈ ഒരു ഷേപ്പ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 പീസ് വരും കേട്ടോ. 2 സൈഡിലേക്ക് വെക്കാനുള്ള പീസാണ്. ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഈ ഒരു പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഈ ഒരു പീസ് നമുക്ക് വേണ്ട, ഇത് കളയാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് നമുക്ക് പിന്നെ കട്ട് ചെയ്യാം കേട്ടോ. ക്യാൻവാസിലാണ് കട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബോഡി പോർഷനെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഞാൻ ഇതുപോലെ ടേബിളിൽ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സെൻറ്ററിലെ പീസ്. ഇത് നമ്മുടെ 2 സൈഡിലേക്ക് നമ്മൾ കട്ട് ചെയ്ത പീസ്. ഇത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒറ്റ പീസാക്കി എടുക്കും കേട്ടോ. ലൈനിങ് ഫാബ്രിക് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ മെയിൻ ഫാബ്രിക്കും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും ബാക്ക് പോർഷൻ്റെയും ഫ്രണ്ടിലെ ആ 3 പീസിൻ്റെയും എല്ലാം നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം മെയിൻ ഫാബ്രിക്കും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. അതിനായിട്ട് ബാക്കി വന്ന തുണി ഞാനിവിടെ ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. സ്ലീവ്സിൽ ഞാൻ ലൈനിങ് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് മെയിൻ ഫാബ്രിക്കിൽ നിന്നാണ് സ്ലീവ്സ് കട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ ഒരു തുണീനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു മടക്കും കൂടി മടക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ വീണ്ടും ഈ ഒരു തുണീനെ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി ഇട്ടു. ഇപ്പം നമ്മൾ തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 2 സ്ലീവിന് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. 2 സ്ലീവ് നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്യണേ. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അടിവശവും കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് മടക്ക് വശമാണ്. മുകൾ വശം 2 പീസായിട്ട് ഇതുപോലെ മടക്കാണ് വരിക. ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു മടക്ക് വശത്തിൻ്റെ അവിടെ ജസ്റ്റ് ഒന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ അടിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ലീവിൻ്റെ ലെങ്ത് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ. അപ്പോൾ എനിക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു കംപ്ലീറ്റ് ലെങ്ത് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടേ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് അടിഭാഗം മടക്കി അടിക്കാനും 1/2 ഇഞ്ച് ഷോൾഡറായിട്ട് ജോയിൻ ചെയ്യാനും. ഞാനിപ്പോൾ ഇവിടെ 11.5 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ലൈനിലായിട്ട് ഞാൻ നേരെ അടിയിലേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എവിടെയാണ് 8 ഇഞ്ച് വരുന്നത് ആ ഒരു പോയിന്റ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് ആ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ച് നേരെ ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു പോയിന്റും ഞാൻ കണക്ട് ചെയ്ത് വരയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പോയിന്റ് ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു. ഇനി ഈ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ കറക്റ്റ് മിഡിൽ കണ്ടിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഈ ഒരു ടേപ്പ് കറക്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് ഹാഫാക്കി മടക്കിയാൽ മതി. ഈ ഒരു ടേപ്പ് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഹാഫായിട്ട് മടക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിൻ്റെ കറക്റ്റ് സെൻറ്റർ കിട്ടും. ആ ഒരു സെൻറ്റർ കണ്ടിട്ട് ഞാൻ ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റിന്റെ മുകൾ ഭാഗത്തേക്ക് ഞാൻ സ്ലീവിന്റെ കർവ് ഇതുപോലെ ലൈനിന്റെ പുറത്തേക്കാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ കർവ് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി ഈ ഒരു പോയിന്റിന്റെ അടിയിലേക്ക് കർവ് ഞാൻ ഉള്ളിലേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ കർവ് ഉള്ളിലേക്കും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിവിടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ബോഡി പോർഷനിൽ തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ് കൊടുത്തത്. ആ സെയിം 2 ഇഞ്ച് തന്നെ ഞാൻ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഞാനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്ലീവിൽ കുറച്ച് വണ്ണം വരുന്ന ഭാഗത്ത് ആ ഒരു ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4.5 ഇഞ്ചാണ് കേട്ടോ ആ ഒരു ലെങ്ത് ഞാൻ എടുത്തിരിക്കണേ. ആ 4.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അവിടുത്തെ വണ്ണം കൂടി ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ വണ്ണം ഞാൻ എടുത്തിരിക്കണേ 6.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 6.5 മാർക്ക് ചെയ്തു. അവിടെയും തയ്യൽ തുമ്പ് ഞാൻ 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ തയ്യൽ തുമ്പും ഈ ഒരു തയ്യൽ തുമ്പും ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഞാൻ സ്ലീവ് ഓപ്പണിൻ്റെ അവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 5.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇവിടെ ഞാനൊരു 1.5 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. 1.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. തയ്യൽ തുമ്പുകളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതേ സ്ലീവിൻ്റെ മാർക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരച്ചേക്കടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതേ സ്ലീവൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് ഞാൻ ഇതുപോലെ സെൻറ്ററിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 സ്ലീവിൻ്റെയും സെൻറ്ററിൽ ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ലീവ് ഒന്ന് നിവർത്തിയിട്ടിട്ട് നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രണ്ട് കൈക്കുഴി മാത്രം ഞാൻ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ഇതുപോലെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്തിട്ട് കൊടുത്തു. അതിനുശേഷം ഫ്രണ്ടിലെ കൈക്കുഴി മാത്രം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ അങ്ങ് കട്ട് ചെയ്യാം. ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലെ സ്ലീവ് ആണെന്ന് അറിയാനായിട്ട് ഒരു നോച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തയ്ക്കണ ടൈമിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ സ്ലീവ്സിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ മെയിൻ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവും ബോഡി പോർഷനും എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.